പഴയ സമൂഹത്തിന്റെ കുറ്റകൃത്യങ്ങളല്ല ഇന്ന് നമ്മളെ വേട്ടയാടുന്നത്. ആധുനിക സാങ്കേതിക വിദ്യ വികസിച്ചപ്പോൾ അത് ഒരുപാട് ദോഷകരമായ വശങ്ങളും സമൂഹത്തിന് മേൽ കൊണ്ടെത്തിച്ചു. സൈബർ കുറ്റകൃത്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, പ്രതിപാദിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ്. മൊബൈൽ ഫോണുകൾ സൃഷ്ടിക്കുന്ന ദുരന്തം. കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടങ്ങിവെച്ച ചർച്ച ഈ എപ്പിസോഡിൽ തുടരുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് SFIയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, DYFI സംസ്ഥാന സമിതി അംഗം സിന്ധു ജോയ്, കേരളത്തിൽ സൈബർ സെല്ലിന്റെ മേധാവി, അതുപോലെ തന്നെ ഉത്തരമേഖല IG ശ്രീ ടോമിൻ തച്ചങ്കരി, എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ AG ഒലീന, മനോരോഗ വിദഗ്ധൻ ഡോക്ടർ PM മാത്യു വെല്ലൂർ. സിന്ധു വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ സംഘടനയുടെ തലപ്പത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ട്, അതായത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ഒരു സമഗ്രമായിട്ടുള്ള ഒരു അവയർനെസ് ക്യാമ്പയിനിലേക്ക് പോയിക്കൂടാ? തീർച്ചയായും അവയർനെസ് ക്യാമ്പയിൻ നടത്തുന്നുണ്ടല്ലോ. SFI പോലുള്ള സംഘടനകൾ ക്യാമ്പസുകൾക്കകത്തും സ്കൂളുകൾക്കകത്തും എല്ലാം ഇത്തരം അത്യാധുനികമായ ടെക്നോളജിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നമ്മുടെ വളർന്നു വരണം. കാരണം ടെക്നോളജി സമൂഹത്തിന് ആവശ്യമാണ്. പക്ഷെ ഇതിന്റെ ദുരുപയോഗങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ SFI പോലുള്ള സംഘടനകൾ ഏറ്റെടുത്ത് ക്യാമ്പസുകൾ നടത്തുന്നുണ്ട്. ഇതിലൊരു കാര്യം, ഇപ്പോൾ ചില ആളുകൾ പറയും ക്യാമ്പസുകളിലും സ്കൂളുകളിലും ഒക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം പാടില്ല എന്ന് പറയും. സംഘടനാ പ്രവർത്തനം ഉള്ള സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ കുറവാണ് എന്നുള്ളതാണ് പഠനങ്ങൾ പോലും സൂചിപ്പിക്കുന്നത്. വളരെ പ്രസക്തമായ ഒരു പോയിന്റാണ്. എന്താ കാരണം ഇതുപോലുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്ന ക്യാമ്പസുകളാണ് റിലേറ്റീവ്ലി കുറച്ചും കൂടി ക്രൈം ഫ്രീ എന്ന് പറയുന്നത്. തച്ചങ്കരി ശരിയാണോ? ശരിയാണ്. കാരണം ഈ SFI എന്ന പോലുള്ള സംഘടനകൾ മാത്രമല്ല, അല്ലാതെ ഈ പറയുന്ന മറ്റ് അവർക്ക് ഇത് ഈ അലസമായ മനസ്സുകളിലാണ് ഇതെല്ലാം പൊട്ടിപ്പെടുന്നത്. ഒത്തിരി സമയം കുട്ടികൾക്ക് മിച്ചം വരുന്നു. അല്ലെങ്കിൽ രാവിലെ ഇപ്പം വീട്ടുകളിൽ ജോലി ചെയ്യാൻ പറഞ്ഞാൽ മക്കളോട് പറഞ്ഞാൽ അവരിപ്പോൾ ഒരു 9 മണി വരെ ജോലി ചെയ്താൽ പിന്നെ അവർക്ക് നേരത്തെ ക്ലാസ്സിൽ വന്നിരുന്ന് ഈ പരിപാടി കാണിക്കാൻ സമയമില്ല. അപ്പോൾ ഈ അലസമായ അല്ലെങ്കിൽ ധാരാളം സമയം മിച്ചം വരുന്ന ഒരു സമൂഹത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണ് ഈ ടെക്നോളജിയിൽ പോയിട്ടുള്ള അതിന്റെ ദുരുപയോഗങ്ങൾ കണ്ടെത്തുന്നത്. തിരിച്ചു വരാം പെട്ടെന്ന്. വർഷങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന വിദ്യാർത്ഥി സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ്. നിങ്ങൾ ഇതുപോലെ ഇടുന്ന കുട്ടികളുടെ കാര്യങ്ങൾ ഇടപെടുന്നില്ല. അത് എനിക്കും വ്യക്തമായ ഒരു വിയോജിപ്പുണ്ട്. കാര്യം ഇക്ബാൽ കോളേജ്, നമ്മുടെ അടുത്തുള്ളൊരു കോളേജാണ് ഇക്ബാൽ കോളേജിൽ മദ്യപിച്ച് കൂത്താടിയ SFIയുടെ പ്രവർത്തകർക്കെതിരെ ക്യാമ്പസ് മാനേജ്മെന്റിന്, കോളേജ് മാനേജ്മെന്റിന് പരാതി നൽകിയ ക്യാമ്പസിന്റെ വിദ്യാർത്ഥികളെ അതിശക്തമായി ക്രൂരമായി അടിച്ചമർത്തിക്കൊണ്ടാണ് അവിടെ SFIയുടെ പ്രവർത്തനം നടത്തുന്നത്. മാത്രമല്ല ഇതുപോലുള്ള ഒരു കാര്യങ്ങളിലും SFI ഇടപെടുന്നില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. മാത്യു വെല്ലൂരിനോട് ചോദ്യം ചോദിക്കാനുള്ളത്, ഈ ജന്തുലോകത്ത് ഏറ്റവും കൂടുതൽ ലൈംഗികതയ്ക്ക് ആസക്തി പുലർത്തുന്നത് മനുഷ്യനെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, നമ്മൾ ഈ ചെറുപ്പക്കാരെ കുറ്റം പറയുമ്പം ഈ റോഡിൽ കൂടി നടക്കുമ്പോൾ ഇത് കാണുന്ന പോസ്റ്ററൊക്കെ ഗവനിച്ചാൽ എന്താ കാണാൻ സാധിക്കുക? ഒരു 10 മണി കഴിഞ്ഞ് TV ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആ സൂര്യ സൺ TVകളൊക്കെ ഓൺ ചെയ്താൽ ഇതൊക്കെ ആളുകൾ കാണുന്നില്ലേ? ക്ഷേത്രങ്ങളിൽ ആ വിഗ്രഹങ്ങളിൽ കൊത്തിവെച്ചിരിക്കുന്ന ആ പണികളെ കുറിച്ച് കാണുമ്പോഴത്തേക്ക് അപ്പോൾ ഒരു പിടി ചെറുപ്പക്കാരെ മാത്രം തെരഞ്ഞുപിടിച്ച് നമ്മൾ കുറ്റപ്പെടുത്തുമ്പോഴത്തേക്കും കപട സദാചാരത്തിന്റെ ഒരു പൊയ്മുഖം അതിനകത്ത് ഉയർന്നു വരുന്നില്ലേ? ഇത് മനുഷ്യന്റെ ആസക്തിയുമായി ബന്ധപ്പെട്ട, ഞാനിവിടെ ചർച്ചയ്ക്ക് വന്നപ്പം 10,008 കൃഷ്ണന്റെ ഭാര്യമാരെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു ആശയമെന്ന്. ആശയം 10,008 ആകുമോ? ഈ ആശയമെന്ന് പറയാൻ തന്നെ കാരണം ഈ കുറ്റത്തിൽ നിന്നും ആരോപണത്തിൽ നിന്നും പിന്നിലേക്ക് വരാനായിട്ട് പ്രത്യേകമായ ഒരു ആശയത്തെ അവിടെ സംവേദിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് മനുഷ്യന്റെ ഒരു സദാചാര കപട സദാചാര ബോധത്തിന്റെ ഭാഗം മാത്രമല്ല, ഇത് ഒരു നൈതികമായ ഒരു വിഷയമാണ്. ഇത് മനുഷ്യന്റെ ഒരു ലൈംഗിക വിഷയമാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അത് ഡോക്ടർ പറഞ്ഞതുപോലെ നന്നായ വിദ്യാഭ്യാസം, അത് ഏത് രീതിയിൽ വിടാം. ഈ പരിധി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതെന്താ പരിധി കൽപ്പിക്കുക? ഒരു കേസ് പിടിച്ചു കഴിഞ്ഞാൽ ആ കേസ് പിടിക്കപ്പെട്ടു എന്നതുകൊണ്ട് ഈ ത്വര മനുഷ്യരിൽ നിന്ന് അകന്നു പോകുമോ? ഒരിക്കലുമില്ല. മദ്യപാന കേസല്ലേ? അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതൊന്നും നിയന്ത്രിക്കാൻ പാടില്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ പറയുന്നതൊക്കെ കപട സദാചാരത്തിന്റെ മറുപടി ഞാൻ പറയണം. ഈ മൊബൈൽ ഫോണിന്റെ കാര്യം മാത്രം, ദുരുപയോഗം മാത്രം എടുക്കുകയാണെങ്കിൽ, എൻ്റെ മകളുടെ ഒരു കൂട്ടുകാരിയുടെ കുട്ടി അതിൽ വിക്ടിമാണ്, +2 കുട്ടി. അതിന് ദ്രോഹിക്കപ്പെട്ട് ഇതിൻ്റെ പോലീസ് കേസ്, കാഞ്ഞിരംകുളത്ത് കേസൊക്കെ കൊടുത്തു. അവിടെ നിന്ന് ആ പയ്യനെ പിടിച്ചുകൊണ്ടെന്ന് ഈ ഗുണ്ടായിസം കാണിക്കാൻ, ഗുണ്ടാ ഫീസ് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് മാന്യമായി ആ കുട്ടി. ഇത് ശരിക്കും ഈ ഡോക്ടർ പറഞ്ഞതുപോലെ ടീനേജേഴ്സിൽ തന്നെയാണ് വരുന്നത്.
അപ്പൊ അത് ഈ ശാസ്ത്ര പുരോഗതി ഓക്കെ ശരി ഓക്കെ നമ്മുടെ സമയം പ്ലീസ് ദേവിയായിട്ട് എല്ലാവർക്കും സംസാരിക്കാൻ സമയം ഉണ്ടാവും. ക്വിക്കായിട്ട് വളരെ ഒരു വാചകത്തിൽ സംസാരിക്കും. ഒന്ന് കുടുംബങ്ങളിൽ ഇന്നെന്താണ് മാതാപിതാക്കൾ മക്കളുമായുള്ള സ്നേഹബന്ധങ്ങൾ കുറഞ്ഞു വരികയാണ്. വെരി ഗുഡ്. അതായത് മക്കളെ ജനിച്ചു വീഴുമ്പോൾ തന്നെ എഞ്ചിനീയറും ഡോക്ടറുമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ രാവിലേക്ക് ട്യൂഷനിലേക്ക് വിടുന്നു. അവർ എത്ര വൈകി വന്നാലും അവർക്ക് യാതൊരുവിധ ചോദ്യങ്ങളോ മറ്റോ ഒന്നും വീട്ടുകൾ ചോദിക്കുന്നില്ല. പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ കുട്ടികൾ കുട്ടികളുമായി മാതാപിതാക്കൾ ചോദ്യങ്ങൾ ചോദിക്കാതെ കാര്യങ്ങൾ സ്കൂളിലെ അതുപോലെ തന്നെ ഭാവി ജീവിതങ്ങളും ദിവസേന നടക്കുന്ന കാര്യങ്ങൾ എന്താണ്. വളരെ നല്ലൊരു പോയിന്റ് ആണ്. എന്താ പേര്? സജാദ്. വീട്ടിൽ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. മൊബൈലിന് ഒത്തിരി ദൂഷ്യവശങ്ങൾ ഉണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് അതിന് ഒത്തിരി നല്ല വശങ്ങളുണ്ട്. സ്വന്തമായിട്ടൊരു ക്യാമ്പസിൽ മൊബൈൽ നിരോധിക്കാൻ പാടില്ല ഒരിക്കലുമില്ല. ഒരു മൊബൈലിന് ദൂഷ്യവശങ്ങളെക്കാൾ ഒരുപാട് നല്ല വശങ്ങളാണുള്ളത്. വീട്ടിൽ നമ്മൾ ചിലപ്പോൾ താമസിച്ചെത്തുമ്പോഴും നമുക്ക് അവരോട് വിളിച്ച് പറയാൻ കഴിയുന്നു. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും അതുപോലെ തന്നെ എന്ന് പറയാൻ വന്നല്ലോ. ഫ്രണ്ട്ഷിപ്പുകളും എല്ലാരും ഇവിടെ പറയുന്നു മൊബൈൽ കൊണ്ട് എപ്പോഴും ലവ് ആണ്, ഒരു പ്രണയമാണ് ഉണ്ടാവുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഫോൺ കൊണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് എന്നും. വളരെ പ്രസക്തമായ ഈ മൊബൈൽ ക്യാമ്പസിൽ കയറ്റരുത്, നിരോധിക്കണം എന്നൊക്കെ പറയുന്നത് എനിക്കൊന്നും വല്ലാത്തൊരു ഫോബിയ സൃഷ്ടിക്കുക. സ്കൂളുകളിൽ തന്നെ ക്യാമറയുള്ള ഫോണാണ് നിരോധിച്ചിട്ടുള്ളത്. ക്യാമറയുള്ള ഫോൺ വേണോ? ക്യാമറയുള്ള ഫോൺ അല്ല, ക്യാമറയുള്ള ഫോൺ ഉണ്ടായാലും അത് മാന്യമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊരു ദൂഷ്യവശങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. മാന്യമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. നമ്മളൊക്കെ നല്ല രീതിയിൽ മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ. പെൺകുട്ടികളാണ് അതിന് കൂടുതൽ ഇരയാകുന്നതെന്ന് പറയാറുണ്ട്. പക്ഷേ അവര് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ നമ്പർ മിസ്യൂസ് ചെയ്യാറുമില്ല. ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടാവാറുമില്ല. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും തച്ചങ്കിരി. അതായത് ആ കുട്ടി പറയുന്നത് വെച്ചാല് ക്യാമറ ഫോൺ ഉണ്ടെങ്കിൽ എന്താണ് കുഴപ്പം? അതായത് നല്ല പക്വതയുള്ള മനസ്സുകളാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല. പല കേസുകളിലും ഞങ്ങൾ കാണുന്നത്, ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ കാണുന്നത്, ഇവരൊരു നിസ്സഹാവസ്ഥയിൽ അങ്ങ് സമ്മതിക്കുന്നതാണ്. ഈ പെൺകുട്ടികൾ വളരെ ക്ലോസ് ആയിട്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് എടുക്കണല്ലേ എന്ന് പറയുന്നത്. ഇതിപ്പോൾ എടുത്തിട്ട് ഞാൻ ഇപ്പം തന്നെ ഇറേസ് ചെയ്ത് കളഞ്ഞേക്കാന്ന് പറയും. എന്നിട്ട് കാണിച്ചേ നോക്കുമ്പോഴേക്ക് ഇറേസ് ചെയ്ത് കളയുന്ന വേളയായിരിക്കും. ഇവനങ്ങ് ഹൈഡ് ചെയ്യും. ഇപ്പം തന്നെ ഫോൾഡേഴ്സ് ഉണ്ട്. അപ്പോഴേ ഒരു ചതി തന്നെയാണ്. അപ്പോൾ ചതിക്കണമെന്നുള്ള വലിയ ചിന്തയോടുകൂടി ആ സമയത്ത് പയ്യന്മാർ ചെയ്യുന്നതല്ല. പക്ഷെ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഈ പെൺകുട്ടി വേറെ ആരുടെയും കൂടെ പോകും, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കട്ടാവും. അങ്ങനെ വരുമ്പോഴാണ് ഇതങ്ങ്. എനിക്കറിയാം, ഈ കഴിഞ്ഞ ഒരു ദിവസം മുമ്പ് ഒരു കേസിനകത്ത് കല്യാണം കഴിച്ച് കുട്ടിയായി കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിക്ക് കുട്ടിയായി കഴിഞ്ഞിട്ട് അവൻ 1 വർഷം മുമ്പ് എടുത്ത്, മംഗലാപുരത്തൊരു കേസാണ്, 1 വർഷം മുമ്പ് എടുത്ത സാധനം അവൻ്റെ മൊബൈൽ ഫോൺ എടുത്തിട്ട് അവൻ്റെ ഫ്രണ്ട്സിനെ